എല്ലാവർക്കും നമസ്കാരം. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ഭാവി ജീവിതത്തിലെ അനുഭവങ്ങളായി രൂപപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും, ഓരോ വാക്കും, ഓരോ ചിന്തയും പ്രധാനപ്പെട്ടതാണ്. കർമ്മ നിയമം പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഒന്നും നഷ്ടമാകുന്നില്ല. ചില നല്ല പ്രവൃത്തികൾ നല്ല ഫലം സൃഷ്ടിക്കുന്നു, നമ്മൾ അതിനെ പുണ്യം എന്ന് വിളിക്കുന്നു. എന്നാൽ ചില ചീത്ത പ്രവൃത്തികൾ ജീവിതത്തിൽ ദുഃഖം സൃഷ്ടിക്കുന്നു, നമ്മൾ അതിനെ പാപം എന്ന് വിളിക്കുന്നു. ഈ പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും അനന്തര ഫലമാണ് സ്വർഗവും നരകവും. എന്നാൽ വേദാന്തം ഇവിടെ ആഴത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. സ്വർഗവും നരകവും താൽക്കാലിക അനുഭവങ്ങൾ ആണെങ്കിൽ നമുക്ക് ശാശ്വതമായി സ്വാതന്ത്ര്യം തരുന്നത് എന്താണ്? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പ്രിയമുള്ളവരെ, കർമ്മ ആൻഡ് ഫ്രീഡം എന്ന വീഡിയോ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. കർമ്മ നിയമം എന്ന വിഷയം വളരെ ആഴത്തിലുള്ളതും സങ്കീർണവുമാണ്. അതുകൊണ്ട് പല വീഡിയോകളിലായി ഘട്ടം ഘട്ടമായി നമ്മൾ ഇതിനെ വിശദീകരിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനു മുന്നേ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാപ പുണ്യ കർമ്മങ്ങളും സ്വർഗ നരക ഫലങ്ങളുമാണ്. നിങ്ങൾ പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി പഴയ വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എങ്കിൽ മാത്രമേ സങ്കീർണമായ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം നമുക്ക് സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചും വേദാന്തത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. സത്യത്തിൽ വേദാന്തത്തിന് സ്വർഗത്തിലും നരകത്തിലും ഒന്നും യാതൊരു താല്പര്യവുമില്ല. പലരും കരുതുന്നത് ആത്മീയത എന്നാൽ കുറെ പുണ്യപ്രവൃത്തികൾ ചെയ്യുക, സ്വർഗത്തിൽ പോകുക എന്നാണ്. പക്ഷെ വേദാന്തം പറയുന്നത് സ്വർഗം എന്നത് വെറും താൽക്കാലികം ആണെന്നാണ്. നരകവും സ്വർഗവും ഭൂമിയും എല്ലാം സംസാര ചക്രത്തിനകത്താണ് വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, സ്വർഗം എന്നതും സംസാരമാണോ എന്ന്. വേദാന്തം പറയുന്നു, അതെ. സ്വർഗത്തിൽ ആനന്ദവും സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അതിന് ഒരു ആരംഭവും അവസാനവും ഉണ്ട്. വേദാന്തം ഒരിക്കലും താൽക്കാലിക സുഖങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. വേദാന്തത്തിന്റെ ലക്ഷ്യം മോക്ഷം ആണ്, ശാശ്വതമായ ആനന്ദവും സ്വാതന്ത്ര്യവുമാണ്. സ്വർഗം എന്നത് ഒരിക്കലും വേദാന്തത്തിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നതല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഭഗവത്ഗീതയുടെ 8-ാം അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകമാണിത്. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മം ന വിദ്യതേ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ആ ബ്രഹ്മഭുവനാലോക, ബ്രഹ്മലോകം എന്നാൽ സ്വർഗത്തിനേക്കാൾ അപ്പുറമുള്ള ഒരു ലോകമാണ്. സാക്ഷാൽ ബ്രഹ്മാജി വസിക്കുന്ന സ്ഥലം, അതായത് ഏറ്റവും ഉയർന്ന സ്വർഗം. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അർജുന, നീ ഒരുപാട് പുണ്യങ്ങൾ സമ്പാദിച്ച് ഏറ്റവും ഉയർന്ന സ്വർഗത്തിൽ, അതായത് ബ്രഹ്മലോകത്തിൽ എത്തിയാൽ പോലും എന്താണ് സംഭവിക്കുന്നത്? പുനരാവർത്തി, അതായത് റീബർത്ത്. നീ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം, വീണ്ടും ജനിക്കും എന്ന്. അതായത് എത്ര വലിയ സ്വർഗം പോലും ശാശ്വതമല്ല. പിന്നെ എന്താണ് ശാശ്വതമായിട്ടുള്ളത്? ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, മാം ഉപേത്യ. പ്രിയമുള്ളവരെ, മാം ഉപേത്യ എന്നത് മോക്ഷം എന്ന വാക്കിന് ഭഗവാൻ കൃഷ്ണൻ ഉപയോഗിക്കുന്ന ഒരു കോഡ് വാക്കാണ്. മാം ഉപേത്യ എന്നാൽ നീ എന്നിലേക്ക് വരൂ അർജുന, നീ എന്നിലൂടെ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കൂ. അങ്ങനെ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? പുനർജന്മം ന വിദ്യതേ, നിനക്കൊരിക്കലും പുനർജന്മം ഉണ്ടാകില്ല. ഇതുകൊണ്ട് വേദാന്തം സ്വർഗത്തിൽ പോകുന്നതിനെ മഹത്തായ ലക്ഷ്യമായി കണക്കാക്കുന്നില്ല. കാരണം ആ സ്വർഗത്തിൽ പോയാലും നിങ്ങൾ വീണ്ടും ജനിക്കുന്നു. ഇനി നമുക്ക് ഈ സ്വർഗ നരകങ്ങളെ കുറിച്ച് മറ്റ് മതങ്ങളുടെ കാഴ്ചപ്പാടും സനാതന ധർമ്മത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ലോകത്തിലെ പ്രബല മതങ്ങളായ ഇസ്ലാം, ക്രിസ്ത്യൻ, ജൂത മതങ്ങൾ സ്വർഗ നരകങ്ങളെ ശാശ്വതമായിട്ടാണ് കാണുന്നത്. അവർക്ക് പുനർജന്മം എന്ന കൺസെപ്റ്റ് ഇല്ല. നിങ്ങൾ ഒരിക്കൽ സ്വർഗത്തിലോ നരകത്തിലോ എത്തിപ്പെട്ടാൽ പിന്നെ അവിടുന്ന് ഒരു മോചനം ഇല്ല. എന്നാൽ ഹിന്ദു മതത്തിന് സ്വർഗവും നരകവും സംസാര ചക്രത്തിന്റെ ഭാഗമാണ്. സ്വർഗം എന്നത് കുറച്ചു സമയത്തെ ഒരു ടൂർ പാക്കേജ് പോലെയാണ്. ആ വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരണം. നരകം എന്നത് ശിക്ഷ അനുഭവിക്കാൻ ജയിലിൽ പോകുന്നത് പോലെയാണ്. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് പാപ പുണ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എന്താണ് പുണ്യം, എന്താണ് പാപം എന്നത് വളരെ ലളിതമായി മനസ്സിലാക്കാം.
ഇത് രണ്ടും പുണ്യവും പാപവും കർമ്മ ഫലങ്ങളാണ്. ധാർമ്മികമായിട്ടുള്ള കർമ്മത്തിന്റെ ഫലമാണ് പുണ്യം. അത് ജീവിതത്തിൽ സുഖങ്ങൾ കൊണ്ടുവരുന്നു. എന്നാൽ അധാർമികമായ കർമ്മത്തിന്റെ ഫലമാണ് പാപം. അത് ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവങ്ങൾ കൊണ്ടുവരുന്നു. ഇനി കർമ്മ നിയമം എങ്ങനെയാണ് പുണ്യത്തെയും പാപത്തെയും വിവരിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു കർമ്മം സംഭവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കർമ്മം ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കി ആ കർമ്മത്തിനെ ആദ്യമേ രണ്ടായി ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ, രണ്ട് അധാർമികമായിട്ടുള്ള കർമ്മങ്ങൾ. ഈ രണ്ട് കർമ്മങ്ങളും കർമ്മഫലത്തെ സൃഷ്ടിക്കുന്നു. ഒരു കർമ്മം രണ്ട് കർമ്മഫലത്തെ സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ മുൻ വീഡിയോകളിൽ മനസ്സിലാക്കി. ആദ്യത്തേത് ദൃഷ്ടഫലം, പെട്ടെന്ന് കാണാൻ കഴിയുന്നത്, പെട്ടെന്ന് സംഭവിക്കുന്നത്. അടുത്തത് അദൃഷ്ടഫലം, കാണാൻ കഴിയാത്തത്, നമ്മുടെ ജീവിതത്തിൽ വൈകി വരുന്ന ഫലങ്ങൾ. ദൃഷ്ടഫലം സംഭവിക്കുമ്പോൾ തന്നെ നമ്മൾ അത് അനുഭവിക്കുന്നു. അതോടുകൂടി ദൃഷ്ടഫലം കഴിയുന്നു. എന്നാൽ അദൃഷ്ടഫലത്തിലാണ് പുണ്യവും പാപവും ഉള്ളത്. കാരണം ധാർമ്മിക അധാർമിക കർമ്മങ്ങളുടെ ഫലങ്ങൾ അദൃഷ്ടഫലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പുണ്യഫലങ്ങൾ നമുക്ക് ജീവിതത്തിൽ സുഖപ്രദമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. പാപഫലങ്ങൾ നമുക്ക് ജീവിതത്തിൽ ദുഃഖകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി നോക്കൂ, ഈ അദൃഷ്ട ഫലങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സഞ്ചിത കർമ്മത്തിലേക്ക് പോകുന്നു. ഇതാണ് കർമ്മത്തിന്റെ ഒരു ഓവറോൾ മാപ്പ്. നമ്മുടെ ജനന മരണ രഹസ്യമാണ് ഇനി നോക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മുൻപിലത്തെ വീഡിയോയിൽ വിശദീകരിച്ച കാര്യമാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സഞ്ചിത കർമ്മമുണ്ട്. അതായത് പല ജന്മങ്ങളായി നമ്മൾ ചെയ്തു വരുന്ന അദൃഷ്ട ഫലങ്ങളുടെ ശേഖരമാണിത്. ഇവിടെ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഞാൻ 10,000 വർഷത്തെ ഒരു സഞ്ചിത ഫലമുണ്ടെന്ന് സങ്കല്പിക്കൂ. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് ലോജിക്കലായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു ജീവന് എത്ര സഞ്ചിത കർമ്മമുണ്ട്, എത്ര പ്രാരബ്ധം വരും എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. കാരണം കർമ്മ നിയമം എന്നത് അത്രയും സങ്കീർണമാണ്. ജീവൻ എന്ന വാക്കിന്റെ അർത്ഥവും നിങ്ങൾക്കറിയാം. കർമ്മം ചെയ്യുന്ന നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിനെ വേദാന്തം വിളിക്കുന്നതാണ് ജീവൻ. അപ്പോൾ ഈ ഉദാഹരണത്തിൽ ഒരു ജീവന് 10,000 വർഷത്തെ സഞ്ചിതമുണ്ടെന്ന് സങ്കല്പിക്കൂ. അതിൽ നിന്ന് 75 വർഷത്തെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ അയാൾ ജനിക്കുന്നു. ആ ജീവൻ ഭൂമിയിൽ പ്രവേശിക്കുന്നു. അതാണ് ആ ജീവന്റെ പ്രാരബ്ധ കർമ്മം. നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണ് പ്രാരബ്ധ കർമ്മം. ഇനി ഈ ജന്മത്തിൽ പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നു. അതാണ് ആഗാമി കർമ്മം. ആഗാമി കർമ്മത്തിൽ ചെയ്യുന്ന അദൃഷ്ട ഫലങ്ങൾ തിരിച്ച് സഞ്ചിത കർമ്മത്തിലേക്ക് പോകുന്നുണ്ട്. ആഗാമി കർമ്മത്തിലെ ദൃഷ്ടഫലങ്ങൾ നമ്മൾ പ്രാരബ്ധ കർമ്മത്തോടൊപ്പം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ 75 വർഷത്തെ പ്രാരബ്ധ കർമ്മം ആ ജീവൻ പൂർത്തിയാക്കി എന്ന് സങ്കല്പിക്കൂ. എന്താണ് സംഭവിക്കുന്നത്? ഒരു ജന്മം പൂർണ്ണമാകുന്നു. പ്രാരബ്ധ കർമ്മം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ജീവന്റെ സ്ഥൂല ശരീരം മരണത്തിന് കീഴ്പ്പെടുന്നു. സൂക്ഷ്മ ശരീരം അടുത്ത ജന്മത്തിലേക്ക് പോകുന്നു, അടുത്ത ശരീരം തേടി പോകുന്നു. ഇതാണ് ഒരു ജീവന്റെ ജനന മരണ രഹസ്യം. പ്രിയമുള്ളവരെ, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വേദാന്തയുടെ പ്രധാനപ്പെട്ട 2 ആശയങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, ഈ കർമ്മ നിയമങ്ങൾ വളരെ വളരെ സങ്കീർണമാണ്. എന്നാൽ ഈ മുഴുവൻ കർമ്മ നിയമത്തെയും നിയന്ത്രിക്കുന്ന ഒരു മഹത്തായ ബുദ്ധിശക്തിയുണ്ട്, എ കോസ്മിക് ഇന്റലിജൻസ്. വേദാന്തം അതിനെ ഈശ്വരൻ എന്നാണ് വിളിക്കുന്നത്. ഈശ്വരൻ എന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവും പ്രപഞ്ച നിയമങ്ങളെയും കർമ്മ നിയമങ്ങളെയും നിയന്ത്രിക്കുന്ന ബുദ്ധി കേന്ദ്രവും കൂടിയാണ്. അതുകൊണ്ട് വേദാന്തം ഈശ്വരനെ കർമ്മ ഫലദാത എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും കർമ്മ നിയമപ്രകാരം കൃത്യമായും യാതൊരു പക്ഷഭേദവും കൂടാതെ ഈശ്വരൻ നമുക്ക് ഫലം നൽകുന്നു. ഇനി രണ്ടാമത്തെ ആശയം എന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, പുരുഷാർത്ഥം. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന്റെ ലക്ഷ്യങ്ങളെ വേദാന്തം 4ആയി തിരിച്ചിട്ടുണ്ട്: ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഇതിൽ ധർമ്മത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. ധാർമ്മികമായ ഒരു ജീവിതം നയിക്കാൻ വേദാന്തം എപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. പണം നേടാനും സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനും എല്ലാത്തരം കർമ്മങ്ങളും ധാർമ്മികമായി ചെയ്യാൻ വേദാന്തം പറയുന്നു. ധാർമ്മികമായ കർമ്മങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ സുഖകരമാക്കുന്നതോടൊപ്പം മോക്ഷത്തിലേക്ക് നയിക്കാനും സഹായിക്കുന്നു. ദൈവം ശരിക്കും ആരാണ് എന്ന വീഡിയോയിൽ വേദാന്തത്തിന്റെ ദൈവസങ്കല്പത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്വർഗ നരകങ്ങളെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ഒരു ജീവൻ സ്വർഗലോകത്തിൽ എങ്ങനെ പ്രവേശിക്കുന്നു എന്ന് നോക്കാം.
പ്രിയമുള്ളവരെ, ജീവൻ എന്നാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കർമ്മം ചെയ്യുന്ന നിങ്ങളുടെ സൂക്ഷ്മ ശരീരമാണ്. സൂക്ഷ്മ ശരീരത്തിനാണ് കർമ്മഫലവും ഉള്ളത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഉദാഹരണത്തിലേക്ക് വരാം. 10,000 വർഷത്തെ സഞ്ചിതമുണ്ടെന്ന് സങ്കല്പിക്കൂ. ഈ സഞ്ചിത കർമ്മത്തിൽ നിന്ന് കർമ്മ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പുണ്യം മാത്രം പ്രാരബ്ധമായി സെലക്ട് ആയി എന്ന് സങ്കല്പിക്കൂ. അപ്പോൾ ആ ജീവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, വേദാന്തം സ്വർഗത്തിനെയും നരകത്തിനെയും ഭോഗഭൂമി എന്നാണ് വിളിക്കുന്നത്. അതായത് ഇവിടെ വരുന്ന ജീവന് ആഗാമി കർമ്മങ്ങൾ ഉണ്ടാവില്ല, കർമ്മഫലങ്ങൾ മാത്രം അനുഭവിച്ചാൽ മതി. നമ്മൾ നേരത്തെ മനസ്സിലാക്കി പുണ്യകർമ്മത്തിന്റെ ഫലം എന്നത് സുഖമാണ്. അതുകൊണ്ട് 75 വർഷം നീണ്ട ഒരു സുഖജീവിതം, സുഖങ്ങൾ മാത്രം അനുഭവിക്കാനുള്ള ഒരു ജീവിതമാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. ഇനി ധാർമ്മികമായ കാര്യങ്ങൾ നിങ്ങൾ ധാരാളം ചെയ്യുമ്പോൾ കുറേ പുണ്യഫലങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം ലഭിക്കും. എന്നാൽ നിങ്ങൾ ഒരുപാട് പുണ്യം സമ്പാദിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കുറച്ച് സമയത്തേക്ക് ജീവിതം ലഭിക്കും. എന്നാൽ വേദാന്തം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. ആത്മീയതയിൽ താല്പര്യമുള്ള നിങ്ങളെ പുകഴ്ത്തി പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് പുണ്യം സമ്പാദിച്ചവർക്കാണ് ഒരു ആത്മീയ ജീവിതം ലഭിക്കുക എന്ന് വേദാന്തം പറയുന്നു. ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പുണ്യങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. കാരണം ആത്മീയ വിഷയങ്ങളിലൂടെ ലഭിക്കുന്ന ജ്ഞാനത്തിലൂടെ മാത്രമേ മോക്ഷം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നോക്കൂ, നിങ്ങൾ 75 വർഷം സ്വർഗത്തിൽ സുഖമായി ജീവിച്ചു. അതിനുശേഷം നിങ്ങളുടെ പ്രാരാബ്ധം തീരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ സൂക്ഷ്മ ശരീരം അടുത്ത ജന്മത്തിലേക്ക് പോകാൻ റെഡിയാകുന്നു. നിങ്ങളുടെ സഞ്ചിത കർമ്മവും കാരണ ശരീരവും ബീജ അവസ്ഥയിൽ നിലനിൽക്കുന്നു. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് നരക ജീവിതമാണ്. അവിടെയും ഇതേ ലോജിക്ക് തന്നെ സംഭവിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട അതേ ഉദാഹരണം, നമുക്ക് 10,000 വർഷത്തെ സഞ്ചിതമുണ്ട്. അതിൽ നിന്ന് കർമ്മ നിയമപ്രകാരം പാപം മാത്രം സെലക്ട് ആയി എന്ന് സങ്കല്പിക്കൂ, നമ്മുടെ പ്രാരബ്ധ കർമ്മമായി. അപ്പോൾ ആ ജീവന് നരകത്തിലാണ് ജനനം ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി, നരകവും ഒരു ഭോഗഭൂമിയാണ്. ആഗാമി കർമ്മങ്ങൾ ഉണ്ടാകുകയില്ല. നമ്മളുടെ ദുഃഖങ്ങൾ മാത്രം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും അവിടെ. കാരണം നമ്മൾ മനസ്സിലാക്കി, പാപത്തിന്റെ ഫലം എന്ന് പറയുന്നത് ദുഃഖമാണ്, ദുരിതമാണ്. വേദാന്തം പറയുന്നു, നിങ്ങൾ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദുഃഖപൂരിതമായ ഒരു ജീവിതം ഉണ്ടാകുന്നു. നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള അധാർമികമായ പ്രവൃത്തികളും പാപസമ്പാദനവും നടത്തിയാൽ നിങ്ങൾക്ക് നരകത്തിലാണ് ജീവിതം ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരുപാട് അധാർമിക പ്രവൃത്തികളും പാപങ്ങളും സമ്പാദിച്ചാൽ നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ മനസ്സിലാക്കി, നരകവും ശാശ്വതമല്ല. നിങ്ങളുടെ പ്രാരബ്ധ കർമ്മം കഴിയുമ്പോൾ നിങ്ങൾ നരകത്തിലെ ജീവിതത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. നിങ്ങളുടെ സൂക്ഷ്മ ശരീരം അടുത്ത ജന്മത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. നിങ്ങളുടെ സഞ്ചിത കർമ്മവും കാരണ ശരീരവും ബീജ അവസ്ഥയിൽ നിലനിൽക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മഭൂമിയെ കുറിച്ച് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭൂമി. വേദാന്തം ഇതിനെ വിളിക്കുന്നത് കർമ്മഭൂമി എന്നാണ്. സത്യത്തിൽ സ്വർഗത്തെക്കാളും നരകത്തെക്കാളും പ്രാധാന്യം ഭൂമിക്കാണ് വേദാന്തം നൽകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ പഴയ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. നമ്മുടെ സഞ്ചിത കർമ്മം, ഒരു ജീവന്റെ 10,000 വർഷത്തെ സഞ്ചിത കർമ്മം, അതിൽ നിന്ന് പുണ്യവും പാപവും സെലക്ട് ആവുന്നു. ഒരു 50-50 പ്രൊപ്പോർഷനിൽ സെലക്ട് ആവുന്നു എന്ന് സങ്കല്പിക്കൂ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ജീവിതം ലഭിക്കുന്നു. ഇനി ഭൂമിയിൽ മാത്രമാണ് ആഗാമി കർമ്മങ്ങൾ ഉള്ളത്. പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരമുള്ളത് ഭൂമിയിൽ മാത്രമാണ്. നമ്മുടെ ആഗാമി കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ഈ ആഗാമി കർമ്മങ്ങളുടെ അദൃഷ്ട ഫലങ്ങൾ തിരിച്ച് സഞ്ചിതത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മുടെ കർമ്മ ഭൂമിയാണ്. കർമ്മങ്ങൾ ചെയ്യാനും കർമ്മഫലങ്ങൾ അനുഭവിക്കാനും നമുക്ക് ലഭിച്ച അസുലഭ ജന്മമാണിത്. ഭൂമിയിലെ ജീവിതം എപ്പോഴും സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പ്രാരാബ്ധം പുണ്യവും പാപവും ഇടകലർന്നതാണ്. ഇവിടെ ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, നേട്ടമുണ്ട്, കോട്ടമുണ്ട്, അങ്ങനെ എല്ലാം ഇടകലർന്നിട്ടായിരിക്കും നമ്മുടെ ഭൂമിയിലെ ജീവിതം. മനുഷ്യജന്മം എന്നത് ഒരു അപൂർവമായ അനുഗ്രഹമാണ്. ഈ ജീവിതത്തിൽ മാത്രമേ ഞാൻ ആരാണ് എന്ന ചോദ്യം നമുക്ക് ചോദിക്കാൻ കഴിയുകയുള്ളൂ. ഈ ജന്മത്തിൽ മാത്രമേ മോക്ഷത്തിനു വേണ്ടി പ്രയത്നിക്കാൻ സാധിക്കുകയുള്ളൂ, വേദാന്തം പഠിക്കാൻ സാധിക്കുകയുള്ളൂ, സാധനകൾ ചെയ്യാനും ആത്മജ്ഞാനം നേടാനും നമുക്ക് മനുഷ്യജന്മത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് ഈ സുവർണ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. നമ്മുടെ 75 വർഷത്തെ പ്രാരാബ്ധം കഴിഞ്ഞു എന്ന് സങ്കല്പിക്കൂ. എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഭൂമിയിലെ ഒരു ജന്മം അവസാനിക്കുന്നു. നമ്മുടെ സ്ഥൂല ശരീരം മരണത്തിന് കീഴ്പ്പെടുകയും സൂക്ഷ്മ ശരീരം അടുത്ത ജന്മത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. ഒരു പക്ഷേ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾ ആത്മജ്ഞാനം നേടി എന്ന് സങ്കല്പിക്കൂ. നമ്മൾക്ക് എല്ലാവർക്കും ആത്മജ്ഞാനം നേടാൻ കഴിയും. ഒരു പക്ഷേ ഈശ്വരാനുഗ്രഹത്താൽ ആത്മജ്ഞാനം നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞാൽ അത് ഭൂമിയിൽ മനുഷ്യജന്മത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന അപൂർവമായ നേട്ടമാണ്. നമ്മളത് വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കണം. നിങ്ങളുടെ സഞ്ചിത കർമ്മവും കാരണശരീരവും ഇല്ലാതാകുന്നു. നിങ്ങൾ ഒരു മനുഷ്യജന്മത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം മോക്ഷം നേടുന്നു. മോക്ഷം, ലിബറേഷൻ, എൻലൈറ്റൻമെന്റ്, ഫ്രീഡം, നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. പുരുഷാർത്ഥത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം നമ്മൾ നേടുന്നു. നമ്മൾ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിതനാവുന്നു. നമ്മൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മനസ്സിലാക്കി, പുണ്യപാപങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ എടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ, സഞ്ചിതം, പ്രാരബ്ധം എല്ലാം വെറും ഉദാഹരണങ്ങൾ മാത്രമാണ്. 10,000 വർഷത്തെ സഞ്ചിതം, 75 വർഷത്തെ പ്രാരബ്ധം, അങ്ങനെ ഇത്ര വർഷം എന്ന് പറയാൻ കഴിയില്ല. കാരണം കർമ്മ നിയമം വളരെ സങ്കീർണമാണ്. കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആ ഉദാഹരണം എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു ജീവനെ കുരുക്കിയിടുന്ന ഒരു ട്രാപ്പ് ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ആളുകൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നു? അധാർമികമായ കർമ്മങ്ങൾ എന്തുകൊണ്ട് മനുഷ്യർ കൂടുതലായി ചെയ്യുന്നു? എന്തുകൊണ്ടാണ് ആളുകൾ വഞ്ചിക്കുന്നത്, മോഷണം നടത്തുന്നത്, സ്വാർത്ഥമായി പെരുമാറുന്നത്? അങ്ങനെ അധാർമികമായ കർമ്മങ്ങൾ മനുഷ്യൻ കൂടുതലായി എന്തുകൊണ്ട് ചെയ്യുന്നു? നമുക്ക് മനസ്സിലാക്കാം. ഇതിലെ ഒരു ട്രാപ്പ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യം നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നു. നമുക്കറിയാം കർമ്മം 2 തരത്തിൽ സംഭവിക്കുന്നുണ്ട്: ധാർമ്മികമായ കർമ്മം, അധാർമികമായ കർമ്മം. എല്ലാ കർമ്മത്തിനും 2 കർമ്മഫലങ്ങളുണ്ട്: ദൃഷ്ടഫലം, അദൃഷ്ടഫലം. ധാർമ്മിക കർമ്മത്തിനായാലും അധാർമിക കർമ്മത്തിനായാലും ദൃഷ്ടഫലവും അദൃഷ്ടഫലവും ഉണ്ട്. ദൃഷ്ടഫലം എന്നാൽ പെട്ടെന്ന് ലഭിക്കുന്ന ഫലം, കാണാൻ കഴിയുന്ന ഫലമാണ്. അദൃഷ്ടഫലം എന്നാൽ വൈകി വരുന്ന ഫലമാണ്, അത് കാണാൻ കഴിയാത്തതാണ്. അത് എപ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ വളരെ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ഈ ട്രാപ്പാണ് കാണാൻ പോകുന്നത്. അധാർമികമായ കർമ്മത്തിന്റെ ദൃഷ്ടഫലം സുഖം ആണ് തരുന്നത്. അതായത് ഒരു അധാർമിക കർമ്മം നടക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഫലം എപ്പോഴും സുഖമുള്ളതായിരിക്കും. അതേപോലെ ധാർമ്മികമായ ഒരു കർമ്മം നടക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഫലം ദുഃഖമായിരിക്കും. ഇതാണ് ആ ട്രാപ്പ്. നമ്മൾ മനസ്സിലാക്കിയത് അധാർമികമായ കർമ്മങ്ങൾ പാപം, അതായത് ദുഃഖത്തെ കൊണ്ടുവരുന്നുവെന്നും ധാർമ്മികമായ കർമ്മങ്ങൾ പുണ്യം, അതായത് സുഖത്തെ കൊണ്ടുവരുന്നു എന്നാണ്. എന്നാൽ നമ്മൾ ഇതിലെ മനസ്സിലാക്കാത്ത ട്രാപ്പ് എന്താണെങ്കിൽ, അധാർമികമായ കർമ്മങ്ങളുടെ ആദ്യത്തെ ഫലം എപ്പോഴും സുഖമായിരിക്കും. അതേപോലെ ധാർമ്മിക കർമ്മങ്ങളുടെ ആദ്യത്തെ ഇമ്മീഡിയറ്റ് പെട്ടെന്ന് കിട്ടുന്ന ഫലം ദുഃഖമായിരിക്കും. അതുകൊണ്ട് ഒരു മനുഷ്യൻ സ്വാഭാവികമായും സുഖത്തിന് വേണ്ടി അധാർമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആദ്യം നമുക്ക് ഈ വിശകലനം പൂർത്തിയാക്കാം. ഇനി നോക്കൂ, ധാർമ്മിക കർമ്മത്തിന്റെ അദൃഷ്ടഫലം പുണ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് സുഖം, അതായത് നമുക്ക് പിന്നീട് ധാർമ്മിക കർമ്മത്തിന് പിന്നീട് നമുക്ക് സുഖം ലഭിക്കും. എന്നാൽ അധാർമിക കർമ്മത്തിന് പിന്നീട് ലഭിക്കുന്നത് പാപമാണ്, തീർച്ചയായും ദുഃഖം കൊണ്ടുവരും. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. ഒരു മോഷ്ടാവിന്റെ ഉദാഹരണം നോക്കൂ. ഒരു കള്ളൻ മോഷ്ടിക്കുന്നു. അത് ഒരു അധാർമിക കർമ്മമാണ്. പക്ഷേ ആ കള്ളന് പെട്ടെന്ന് കിട്ടുന്ന ഫലം എന്താണ്? സുഖം, സന്തോഷം, സമ്പത്ത്, കയ്യിൽ പണം വരുന്നു, ജീവിതം അടിപൊളിയാകുന്നു, അല്ലേ? എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം പോലീസ് പിടിക്കുമ്പോൾ അദൃഷ്ടഫലം ദുഃഖം കൊണ്ടുവരുന്നു. ഇതിന്റെ നേരെ വിപരീതമാണ് ധാർമ്മിക കർമ്മങ്ങൾക്ക് സംഭവിക്കുന്നത്. ധാർമ്മിക കർമ്മങ്ങളുടെ പെട്ടെന്നുള്ള ഫലം ദുഃഖമാണ്. അതുകൊണ്ട് ആളുകൾ ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യാൻ ചെറിയ മടി കാണിക്കുന്നു. നിങ്ങൾ ഉദാഹരണത്തിന് ധ്യാനം ഒന്ന് എടുത്തു നോക്കൂ. ധ്യാനം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഫലം എന്താണ്? നമുക്ക് ഒരു അസ്വസ്ഥത തുടങ്ങുന്നു, ബുദ്ധിമുട്ട് തോന്നുന്നു,
നമുക്ക് കുറച്ചു നേരം സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കുന്നില്ല, നമുക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ് മൊബൈൽ നോക്കാനോ അതിനോ തോന്നുന്നു, എല്ലാം സംഭവിക്കുന്നു. പക്ഷേ അതിനെ മറികടന്ന് നിങ്ങൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിലോ 2, 3, 4 വർഷം കഴിയുമ്പോൾ ഈ ധ്യാനം നിങ്ങൾക്ക് വളരെ സുഖപ്രദമായ ഒരു അനുഭവം കൊണ്ടുവരുന്നു. മാത്രവുമല്ല മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ട്രാപ്പ് നന്നായി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പെട്ടെന്ന് സുഖം കിട്ടില്ലെങ്കിലും ധാർമ്മികമായ കർമ്മങ്ങൾക്ക് ജീവിതത്തിൽ ഊന്നൽ നൽകണം. ഭഗവാൻ കൃഷ്ണൻ 18-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി, സുഖങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കിയത് ധാർമ്മിക കർമ്മങ്ങൾ പുണ്യഫലത്തെ സൃഷ്ടിക്കുന്നു. പുണ്യം നമ്മുടെ ജീവിതത്തിൽ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ അധാർമികമായ കർമ്മങ്ങൾ പാപഫലത്തെ സൃഷ്ടിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നു. വേദാന്തം പറയുന്നത് സ്വർഗവും നരകവും താൽക്കാലികമാണ്. അത് സംസാര ചക്രത്തിന്റെ ഭാഗമാണ്. മനുഷ്യജന്മം എന്നത് സംസാര ചക്രത്തിൽ നിന്നുള്ള മോചനം നേടാനുള്ള അപൂർവ അവസരമാണ്. അതുകൊണ്ട് ധാർമ്മിക കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിനെ ശുദ്ധമാക്കി വെക്കുക. ജ്ഞാനം വളർത്തുക. മോക്ഷത്തിലേക്ക് പ്രയത്നിക്കുക. കാരണം ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം സുഖം ഉണ്ടാക്കുന്നതല്ല, മറിച്ച് മോക്ഷം നേടുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർമ്മ നിയമങ്ങളുടെ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.